നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്നാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്നാണ് വീക്കെൻഡ് ഷൂട്ട് ചെയ്യുന്നത്. ഇന്നാണ് ലാലേട്ടന്റെ ഷൂട്ട്. ഇന്ന് നിർണായക എവിക്ഷൻ നടക്കുന്ന ദിവസമാണ്. ഈ ഷൂട്ട് സംപ്രേഷണം ചെയ്യുന്നത് ചിലർക്ക് ഇപ്പോഴും അറിയത്തില്ല. ഈ ഷൂട്ട് അതായത് ഇപ്പോൾ ഷൂട്ട് നടക്കുന്നത് വെള്ളിയാഴ്ചയാണ്. ഇതിന്റെ സംപ്രേഷണം ചെയ്യുന്നത് ശനി ഞായർ ദിവസങ്ങളിലാണ്. അതുകൊണ്ട് ഇന്നൊരു എവിക്ഷൻ നടക്കുമെന്നുള്ളതാണ്. ഇന്നിനി എവിക്ഷൻ നടക്കുമോ, നടന്നാൽ ആരായിരിക്കും എവിക്റ്റ് ആവുന്നത്, ഡബിൾ എവിക്ഷൻ ഉണ്ടാവുമോ, ഇന്ന് നോ എവിക്ഷൻ ആയിരിക്കുമോ, അതിന്റെ കാരണങ്ങളും ഒരുപാടുണ്ട്. അപ്പൊ എന്തായാലും ഇനി എവിക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഔട്ടാകും എന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പൊ 10 കണ്ടസ്റ്റൻസ് ആണ് അതിനകത്ത് ഇപ്പം മിച്ചമുള്ളത്. ബാക്കി എല്ലാവരും പോയി. ഈ 10 പേരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കണ്ടന്റ് കൊടുക്കുന്നവർ തന്നെയാണ്. ആര് പോയാലും ഒരു ഗെയിമർ തന്നെയാണ് പോകുന്നത്. അതിന് വേറെ തർക്കമൊന്നുമില്ല. ആരായാലും ഒരു ഗെയിമർ തന്നെയാണ് പോകുന്നത്. അപ്പോ ഇവിടെ ആരൊക്കെ? ഈ പറയുന്ന അനിമോള്, നമ്മുടെ അനീഷ്, സാബുമൻ, ഈ 3 പേരാണ്, എന്റെ ഓർമ്മ ശരിയാണ്. ഈ 3 പേരാണ് നോമിനേഷൻ ഇല്ലാത്തത്. ബാക്കി വരുന്ന 7 പേരും നോമിനേഷനിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ ഇതിനകത്ത് ആരായിരിക്കും പുറത്താവുന്നത്? അപ്പോ ഇത് ആദ്യമേ പറയുന്നു, ഇതൊരിക്കലും പിന്നീട് എന്താണ് ആ ഷോ കണ്ട് അതെന്നെ അറിഞ്ഞതിന് ശേഷം കിട്ടുന്ന ഒരു വീഡിയോ ഒന്നും അല്ല. ഷോ ഇതുവരെക്കായിട്ടും സ്റ്റാർട്ട് പോലും ചെയ്തിട്ടുണ്ടാവത്തില്ല. അതുകൊണ്ടാണ് ഞാൻ രാവിലെ ഇടുന്നത്. ഇനി ഞാൻ കുറച്ച് കഴിഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഞാൻ അത് കണ്ടോ, അത് സ്പോയിലർ ആക്കി എന്നൊക്കെ പറയാം. അത് അങ്ങനെയൊന്നുമല്ല. ഇത് എന്റെ പോളിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇട്ടതുപോലെ, കഴിഞ്ഞ പ്രാവശ്യം എന്റെ പോളിൽ ഞാൻ ഇട്ടു. അത് കൃത്യമായിട്ട് ബിന്നി തന്നെയാണ് ഔട്ടായത്. അതുപോലെ എന്റെ പോളിൽ ഞാൻ വീക്കായിട്ടുള്ള കണ്ടസ്റ്റൻസ്, ഞാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്ന കണ്ടസ്റ്റന്റിനെ കുറിച്ച് ഞാൻ ഒരു പോൾ ഇടുമ്പോൾ അതിലുണ്ടായ റിസൾട്ട് മാത്രമാണ് പറയുന്നത്. അത് ഏതാണ്ട് ഒരു 99% സത്യമാകാറുണ്ട് എന്നുള്ളതുമാണ്. അപ്പോ ഞാനിവിടെ എനിക്ക് പുറത്തു പോകും എന്ന് എനിക്ക് തോന്നിയ 4 പേരുടെ വെച്ചാണ് ഞാൻ പോയിട്ടത്. അതില് ലക്ഷ്മിയുണ്ട്, നെവിനുണ്ട്, അക്ബറുണ്ട്, ആര്യനുണ്ട്. ഈ 4 പേരുടെ ലിസ്റ്റ് ആയതുകൊണ്ട് ഞാനൊരു പോൾ ഇട്ട്, ഇവരിൽ നിങ്ങൾ ആർക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പോൾ ഇട്ടത്. വെറും 39,000 പേര് മാത്രമേ അതിനകത്ത് പോൾ ചെയ്തിട്ടുള്ളൂ. അതിന് കാരണമുണ്ട്. കാരണം ഈ പറയുന്നവരിൽ ആരും അനിമോളുടെയോ അനീഷിന്റെയോ ഷാനവാസിന്റെയോ ഒന്നും പിന്നെ പ്രേക്ഷകരിൽ വോട്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് അതാണ് ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ്. അതാണ്. അതുകൊണ്ട് അവർ ഇതിൽ നിന്ന് വിട്ടു നിൽക്കും. അപ്പൊ ബാക്കി വരുന്ന പോളുകളെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. അത് 30 എന്ന് പറഞ്ഞാൽ വലുത് തന്നെയാണ്. എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ 30,000 പേര് പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു ശതമാനമാണ്. കാരണം ഇവർക്ക് അത്രയ്ക്കുള്ള വോട്ടൊക്കെ കാണത്തുള്ളൂ എന്നുള്ളതാണ്. ഇനി എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഈ ഒരു 4 എണ്ണം ഇട്ടപ്പോൾ എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ഈ പറയുന്ന ആര്യന് ഇപ്പൊ കുറച്ച് പോസിറ്റീവ്, ഇപ്പം ഏഷ്യാനെറ്റ് ഉൾപ്പെടെ കുറച്ചവന്റെ പോസിറ്റീവ് വശങ്ങൾ കാണിക്കുന്നത് കൊണ്ട് തന്നെ കുറെ ആൾക്കാർ ഇപ്പോൾ ആര്യനെ ഇഷ്ടപ്പെടുന്നുകൊണ്ട് ആര്യൻ ടോപ്പ് 5ലേക്ക് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പൊ ആര്യനാണ് ഇതിൽ ടോപ്പിൽ നിൽക്കുന്നത്. 46% ആര്യനുണ്ട്. സെക്കൻഡ്, ഈ പറയുന്ന അൺഒഫീഷ്യൽ പോളുകളിൽ ലക്ഷ്മിക്ക് വളരെ വോട്ട് കുറവാണെങ്കിൽ കൂടിയും അൺഒഫീഷ്യൽ പോളുകൾ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത്. മനസ്സിലായോ? അൺഒഫീഷ്യൽ പോളുകളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്ക് വേണേ എത്ര വോട്ട് വേണോ കൊടുക്കാം. ഇപ്പം ഒരു കണ്ടസ്റ്റന്റിന് വോട്ട് കുറവാണെങ്കിൽ അവർക്ക് പൈസ കൊടുത്തിട്ട് ആ കണ്ടസ്റ്റന്റിനെ ബൂസ്റ്റ് ചെയ്യും. ആ കണ്ടസ്റ്റന്റ് ഇഷ്ടംമാതിരി വോട്ട് കയറ്റി കൂടുതലായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ചില പ്രേക്ഷകരുണ്ട്, എവിടെയാണ് കൂടുതൽ വോട്ട് അവരുടെ കൂടെ നിൽക്കും. അപ്പൊ നമുക്ക് അക്ബറിന് ഇത്രയും വോട്ട്, അപ്പൊ അക്ബർ എന്തായാലും പോലെ, അപ്പൊ അവിടെ ചെന്ന് അക്ബറിന് കുത്താം. ജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നിൽക്കുന്ന കുറെ നല്ലൊരു വിഭാഗം ആൾക്കാരുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് മനുഷ്യരെ, അതായത് ഈ പറയുന്ന പ്രേക്ഷകരുടെ ഇടയിലേക്ക് ഇവന് നല്ല റീച്ച് ഉണ്ട്, ഇവരെ ആൾക്കാർ കൂടുതൽ ഇഷ്ടപ്പെടുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ അൺഒഫീഷ്യൽ പോളുകളിൽ ഇവര് തന്നെ ക്യാഷ് കൊടുത്ത് എന്ത് ചെയ്യും, ഈ പറയുന്ന ആ പോള് ഇടിച്ചു കയറ്റും. അതുകൊണ്ട് അത് നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുക. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഞെട്ടിക്കുന്ന എവിക്ഷൻ നമ്മൾ ഈ അൺഒഫീഷ്യൽ പോളുമായി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ലക്ഷ്മിക്ക് 25% ഈ പറയുന്ന യൂട്യൂബ് പോളിൽ വരുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നല്ലൊരു ശതമാനം ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അൺഒഫീഷ്യൽ പോളുകളിൽ ലക്ഷ്മി ഏറ്റവും താഴെയായിട്ടാണ് പല അൺഒഫീഷ്യൽ പോളുകളിലും കാണുന്നത്. ഇനി അടുത്ത പിന്നീട് നെവിന്റെ ആണെങ്കിൽ 17% നെവിന് കാണുന്നു. നെവിൻ 17% കാണുന്നു. അതിനെക്കുറിച്ച് പറയാം. ഏറ്റവും താഴെ കാണുന്നത് അക്ബറാണ്, 13%. അപ്പൊ ഇവരിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് കാണുന്നത് അക്ബറിനാണ് ഏറ്റവും കുറഞ്ഞ വോട്ട് നമ്മുടെ യൂട്യൂബ് പോളുകളിൽ കാണുന്നത്. അതായത് നെവിനെയും കാട്ട് ഏതാണ്ട് 5% കുറവാണ് അക്ബറിന്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 90 മേലെ എബോവ് 90% അക്ബർ ഈ ആഴ്ച അല്ലെങ്കിൽ ഇന്ന് പുറത്താകാനുള്ള ചാൻസസ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. നമ്മുടെ പോൾ അനുസരിച്ച് അക്ബർ ഈ ആഴ്ച പുറത്താവും. ഇനി ഡബിൾ എവിക്ഷൻ ഉണ്ടെങ്കിൽ ഈ പറയുന്ന നെവിൻ പുറത്താകാനുള്ള കാരണമുണ്ട്, പിന്നീട് ചാൻസുമുണ്ട്. ഇനി ചിലപ്പോൾ അക്ബറിനെ മറികടന്നുകൊണ്ട് നെവിൻ പുറത്താകാനുള്ള ചാൻസസും കൂടുതലാണ്. അതിന് കാരണം ഞാൻ പറഞ്ഞുതരാം.
അതായത് ഈ പ്രാവശ്യം അനുമോളും ഈ പറയുന്ന അനീഷ് ഇവര് രണ്ടുപേരും നോമിനേഷൻ ഇല്ലാത്തതുകൊണ്ട് ഇവരുടെ വോട്ട്, ഇവരുടെ ഹ്യൂജ് ആയിട്ടുള്ള ഫാൻസ് ആർക്ക് വോട്ട് ചെയ്യും എന്നുള്ളതിനെ അപേക്ഷിച്ചിരിക്കും ആര് പുറത്താകും എന്നുള്ളത്. ഇപ്പോ നെവിൻ 2-3 ദിവസം കൊണ്ട് ഈ പറയുന്ന അനുമോളുടെ ബാക്കിൽ നടന്ന് കാണിക്കുന്ന ഈ ക്രൂരതകൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു പേഴ്സണൽ സ്പേസിനെ എന്ത് ചെയ്ത് തന്നെ വകവയ്ക്കാതെ ഭയങ്കരമായിട്ട് അവരെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു സാധനം ഈ പറയുന്ന അനുമോളുടെ ഫാൻസുകാർക്ക് ചിലപ്പം ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. മനസ്സിലായോ? അവർ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മളൊക്കെ എത്രയൊക്കെ പറഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യും, യവൻ പുറത്തു പോകണം എന്ന്, അത് എല്ലാ സീസണിലും വരുന്നത് എന്ന് ആലോചിച്ച് തൊട്ടടുത്ത് നിൽക്കുന്നവര്, ഇപ്പം ഈ പറയുന്ന ലക്ഷ്മിക്കോ അല്ലെങ്കിൽ അക്ബറോ അവർക്ക് ഇങ്ങനെ വോട്ട് കൊടുത്തിട്ട് ഈ നെവിനെ ഈ ആഴ്ച പുറത്താക്കണം എന്ന് കരുതി അവർ വോട്ടിട്ട് കഴിഞ്ഞാൽ, അതാണ് ഈ പ്രാവശ്യത്തെ എവിക്ഷൻ അൺപ്രഡിക്റ്റബിൾ ആണെന്ന് ഞാൻ പറയും. ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നെവിനും പുറത്താകാം, ലക്ഷ്മി എന്തായാലും സേഫ് ആവും എന്നാണ് എന്റെ ഒരു ഇത്. ഈ പറയുന്ന അക്ബർ ആൻഡ് നെവിൻ കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ വോട്ടുകളിൽ തിരിമറി എന്ന് നടന്നില്ലെങ്കിൽ അക്ബർ തന്നെയാവും എന്ന് പുറത്താകുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നെവിൻ പോകും. ഡബിൾ എവിക്ഷൻ ആണെങ്കിൽ ഇവർ രണ്ടുപേരാണ് പോകുന്നത്. സാബുമേനും ലക്ഷ്മിയും എന്റെ പോളിൽ വളരെ സേഫ് ആണ് എന്നുള്ളതാണ്, ആര്യനും. ഓക്കെ, ഇനി ഇന്ന് എവിക്ഷൻ നടക്കും ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് എവിക്ഷൻ നടക്കാതിരിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഒന്നാമത്തെ കേസ്, ഈ പറയുന്ന അക്ബറിനാണ് ഏറ്റവും വോട്ട് കുറവാണെങ്കിൽ അവർക്ക് അക്ബറിനെ 1-2 ആഴ്ചയും കൂടി അവിടെ, അല്ലെങ്കിൽ ടോപ്പ് 5-ലേക്ക് 1-2 ആഴ്ചയും കൂടി അക്ബർ അവിടെ വേണമെന്ന് അവർ ആഗ്രഹിക്കും. കാരണം കണ്ടന്റ്, ഇപ്പം നെഗറ്റീവ് കണ്ടന്റ് ആയാലും അവർക്ക് കണ്ടന്റ് വേണം. അതിനുവേണ്ടിയാണ് പല PR-കളും വെച്ചിട്ട് അവരെ അക്ബറിനെയും മാരിനെയൊക്കെ എന്ത് സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ അവരെ ടോപ്പ് 5-ലേക്ക് കൊണ്ടുവരണം. അത് അവരെ ജയിപ്പിക്കാൻ വേണ്ടിയെന്ന് ഞാൻ പറയത്തില്ല, അവരുടെ ഷോ റൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രയും കോടികൾ മുടക്കിയില്ലേ, അപ്പൊ അവരുടെ ഷോ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് അവര് PR വെച്ചിട്ട് അവനെ ബൂസ്റ്റ് ചെയ്ത് അതിലേക്ക് കൊണ്ടുവരുന്നു. ടോപ്പ് 5 വന്നിട്ട് നിങ്ങൾ എന്തോ ചെയ്തു എന്നുള്ള രീതിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് നോ എവിക്ഷൻ വെക്കുകയാണെങ്കിൽ ഉറപ്പിച്ചോ അത് അക്ബറിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇന്ന് നോ എവിക്ഷൻ വെക്കുകയാണെങ്കിൽ അത് അക്ബറിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പിന്നെ അത് മറ്റൊരു കാരണമുണ്ട്. ഇനിയിപ്പോ അവർക്ക് വേണമെങ്കിൽ ഒരു എന്താണ് പറയാം, ഇനിയിപ്പം ദീപാവലി ആയിട്ട് നമ്മൾ ഇവിടെ ഈ പറയുന്ന ഈ പ്രാവശ്യം എവിക്ഷൻ ഒന്നും വെക്കുന്നില്ല എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്നൊരു നോ എവിക്ഷൻ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനിയിപ്പോ എവിക്ഷൻ നടക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ചാൻസ് അക്ബർ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ചാൻസ് അക്ബർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അക്ബർ നമ്മൾ ഈ ആഴ്ച കൊണ്ട് കുറെ കരച്ചിൽ, ഇതുവരെയ്ക്കും നമ്മൾ കാണാത്ത കുറെ കരച്ചിൽ, ക്യാമറയിൽ പലവട്ടം കരയുന്നതായിട്ട് നമ്മൾ കണ്ടു. അത് വേറെ ഒന്നിനും കൊണ്ടല്ല, അത് ഇപ്പം നോമിനേഷനിലായി താൻ പുറത്താകും എന്നുള്ള പേടി അവനുണ്ട്. അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ, ഞാൻ ഇത്രയും കളിച്ചിട്ടും എന്നെ അവർ മനഃപൂർവ്വം പുറത്താക്കിയതാണ് എന്ന് പ്രേക്ഷകരിലേക്ക് ഇട്ടുകൊടുക്കാൻ വേണ്ടിയാണ്. എത്രയൊക്കെ പറഞ്ഞാലും ഈ പ്രേക്ഷകർക്ക് കണ്ണ് നനയുന്നത് കാണുമ്പോൾ ഒരു വിഭാഗം പ്രേക്ഷകർ അവരെ ഇഷ്ടപ്പെട്ടു പോകും എന്നുള്ളത് നമുക്കിവിടെ അത് കണ്ണീർ നാടകം മറ്റത് മറിച്ചത് എന്നൊക്കെ പറയുമെങ്കിലും ഒരു വിഭാഗം ആൾക്കാർക്ക് കരയുന്നത് കാണുമ്പോൾ വളരെ നിഷ്കളങ്കരായ പ്രേക്ഷകരുണ്ട്, അവർക്ക് അവരോട് ഒരു മമത തോന്നും. അതാണ് ഇവിടെ അക്ബർ യൂസ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? ഈ അക്ബർ പറയുന്നത് അക്ബറിനെ മനഃപൂർവ്വം തോപ്പിച്ചു എന്ന് പറഞ്ഞ് കരയാനുള്ള ഒരു അർഹതയും അക്ബറിനില്ല. കാരണം തൊട്ടു മുമ്പത്തെ ടാസ്കിൽ ഈ അക്ബർ തന്നെയാണ് അനുമോളെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഇത് കോയിൻ ആർക്ക് കൊടുത്തത്, ഈ പറയുന്ന ആര്യന് കൊടുത്തിട്ട് അത് വലിയൊരു ക്രെഡിറ്റ് ആയിട്ട് അത് ഞാൻ അവിടെ ഗെയിം ചേഞ്ചർ ആണ് ചെയ്തത്, ഞാൻ നിന്നെ തോപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തത് എന്ന് പറയുന്ന അക്ബർ തന്നെയാണ് ഇപ്പൊ ഇരുന്ന് കരയുന്നത്. താങ്കളെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റവരെ എടുത്തപ്പെടുന്നത് അത്രയേ ഉള്ളൂ. സിമ്പിൾ, വെരി സിമ്പിൾ. ഇതൊന്നും എടുത്ത് പോയിന്റ് ഔട്ട് ചെയ്ത് പറയാൻ അവിടെ ആർക്കും ഈ പറയുന്ന മൈൻഡ് ഔട്ടായി നിൽക്കുകയാണ്. ഒരാൾ അക്ബർ ഇങ്ങനെ പറയുന്നത് ചെയ്ത് തെറ്റാണെന്ന് പറയുമ്പോൾ തിരിച്ചു ചോദിക്കണം, നീ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ചെയ്ത് തെറ്റല്ലേ എന്ന് ചോദിക്കാനുള്ള ബുദ്ധിയൊന്നും അവിടെ ആർക്കും ഇല്ല എന്നുള്ളതാണ്. അപ്പോ ഇത്രയും എനിക്ക് പറയാനുള്ളത്. ഇന്ന് പുറത്താകുന്നെങ്കിൽ അത് ഉറപ്പായിട്ടും അക്ബർ ആയിരിക്കും. ഡബിൾ എവിക്ഷൻ ആണ് ഉണ്ടാകുന്നെങ്കിൽ ഈ പറയുന്ന നെവിനും പുറത്താകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ട് വോട്ടുകളുടെ തിരിമറി ഏത് രീതിയിൽ നടന്നു എന്ന് അറിയത്തില്ല. വോട്ടുകളുടെ തിരിമറി ഈ ഫാൻസ്, ഈ വലിയ ഹ്യൂജ് ആയിട്ട് ഫാൻസ് ഉള്ളവരെന്നും ഇപ്പൊ വോട്ടിങ്ങിൽ ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ നോമിനേഷൻ ഇല്ലാത്തത് കൊണ്ട് അവരുടെ വോട്ടും ഇതിനകത്ത് വളരെ നിർണായകമാകും. അതുകൊണ്ട് തന്നെ ആരാണ് ഈ ആര്യനും പിന്നീട് നമ്മുടെ ലക്ഷ്മിയും പുറത്താകില്ല, ആര്യനും ലക്ഷ്മിയും ഈ പറയുന്ന നമ്മുടെ സാമുവനും പുറത്താകില്ല എന്നാണ് എന്റെ ഒരു നിഗമനം. പുറത്താകുന്നെങ്കിൽ ഈ രണ്ടുപേരും, അത് ഏറ്റവും കൂടുതൽ ചാൻസ് അക്ബറിനാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് വളരെ നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.